സർക്കുലറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കേറ്റഡ് കാറ്റഗറി 2-നെ സംബന്ധിച്ചുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ കുട്ടികൾ ചോദിക്കുകയുണ്ടായിരുന്നു. കേറ്റഡ് കാറ്റഗറി 2 സാർ കുറേ തവണയായി എഴുതുന്നു, ഇതുവരെ ഞങ്ങൾക്ക് പാസ്സാകാൻ സാധിച്ചിട്ടില്ല. നമ്മൾ കേറ്ററ്റിന്റെ കാറ്റഗറി 2 മാത്രമല്ല, ഏതൊരു കാറ്റഗറി എടുത്താലും നമ്മൾ അതിനകത്ത് പഠിക്കേണ്ട മെത്തേഡിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പാസ്സാകാൻ സാധിക്കും. പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നിങ്ങൾ തിരക്കുള്ള ആളുകളായിരിക്കും, കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡിയോ ഒരു മെത്തേഡോ നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടാവില്ല. അതാണ് മെയിൻ കാരണം. ആ ഒരു കാരണത്തെ അറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പറ്റും. ഇവിടെ കാറ്റഗറി 2-ലേക്ക് നമ്മൾ വരുമ്പോൾ പലതവണ എഴുതിയിട്ട് പാസ്സാകാത്ത കുട്ടികളുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ആ കാറ്റഗറി 2 എന്ന് പറയുന്ന കടമ്പ നമ്മൾ കടക്കേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ ഒരു മെത്തേഡുകളൊക്കെ ഒന്ന് മാറ്റി പിടിക്കേണ്ടത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്കറിയാം കാറ്റഗറി 2-ൽ നമുക്ക് വരുന്ന പേപ്പറുകൾ, സബ്ജക്റ്റുകൾ ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. എന്നാൽ ഞാൻ ഒന്ന് പറയാണ്, സൈക്കോളജി നമുക്ക് പഠിക്കേണ്ടതുണ്ട്. സൈക്കോളജിക്ക് 30 മാർക്കാണ് വരുന്നത് അല്ലെ. 30 മാർക്കിന്റെ ചോദ്യങ്ങളാണ് സൈക്കോളജിയിൽ വരുന്നത്. പിന്നെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് ഉണ്ടാവും. അടുത്തതായിട്ട് ഇംഗ്ലീഷോ മലയാളമോ നമുക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പൊ മലയാളമാണെങ്കിൽ മലയാളം നമ്മൾ കൊടുക്കുന്നു. അവിടെ നമുക്കൊരു 30 മാർക്കാണ് സ്കോർ ചെയ്യേണ്ടത്. ദെൻ അടുത്തൊരു ലാംഗ്വേജ് കൂടി നമ്മൾ വരുന്നുണ്ട്. അപ്പൊ ഇവിടെ സെലക്ട് ചെയ്ത് ഇവിടെ സെലക്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇംഗ്ലീഷ് കൊടുക്കുന്നു. ദെൻ 30 മാർക്ക് അവിടെയും വരുന്നു. ഇനിയാണ് അടുത്തത് മെയിൻ ഇത് വരുന്നത് അല്ലെ, മെയിൻ സബ്ജക്ട്. ഇവിടെ സയൻസ് അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പൊ സയൻസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവും, മാത്സ് ഉണ്ടാവും അല്ലെ, മാത്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സയൻസ് ഉണ്ടാവും. ദെൻ ഇവിടെ സോഷ്യൽ സ്റ്റഡീസ് ആണെങ്കിൽ സോഷ്യൽ സയൻസ് ആണെങ്കിൽ അത് മാത്രമേ അവർക്ക് പഠിച്ചാൽ മതി സെലക്ട് ചെയ്യുമ്പോൾ അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് വരുന്ന മാർക്ക് എത്രയാണ്, 60 മാർക്കിന്റെ ചോദ്യങ്ങളാണ് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് കേറ്റഡ് കാറ്റഗറി 2-ന്റെ മാർക്ക്. നിങ്ങൾ എല്ലാവർക്കും അറിയാം, ഇത് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യകതയില്ല. പക്ഷേ ഇവിടെ നമ്മൾ സിഗ്നേച്ചർ മാർക്ക് എന്ന് പറയുന്ന ഒരു സംഭവം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. സിഗ്നേച്ചർ മാർക്ക് ഇതിനെയാണ് നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്ത് മനസ്സിലാക്കേണ്ടത്, പഠിക്കേണ്ടത്. എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഈ മാർക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇവിടെ ചില ആളുകൾ ചോദിക്കും, ചില ആളുകൾക്ക് സയൻസ് എടുക്കണോ സോഷ്യൽ സയൻസ് എടുക്കണോ, ഏതാണ് സാർ സിമ്പിൾ എന്ന് ചോദിക്കാറുണ്ട്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ട്, ഇപ്പൊ സയൻസ് പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതാണെങ്കിൽ അതെന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഓക്കെ, പിന്നെ സോഷ്യൽ സയൻസ് ആണ് കുറച്ച്, മറ്റേ മാത്സ് ഉള്ളപ്പോൾ ചില കുട്ടികൾക്ക് മാത്സ് ഇതിന് ബുദ്ധിമുട്ടാണെന്ന് കരുതിയിട്ട് പൊതുവെ കുട്ടികൾ എന്താണ് സോഷ്യൽ സയൻസ് സോഷ്യൽ സ്റ്റഡീസ് ആണ് എടുക്കുന്നത്. അപ്പൊ അതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കാം. നിങ്ങളുടെ സൗകര്യമാണല്ലോ, നിങ്ങൾക്ക് പഠിക്കാൻ ഏതാണ് എളുപ്പം എന്നുള്ളതാണ്. പക്ഷെ അവിടെ 60 മാർക്കാണ് നമുക്കുള്ളത് എന്ന് മനസ്സിലാക്കുക. ഇനി ഈ സിഗ്നേച്ചർ മാർക്ക് എന്ന് പറയുന്ന സംഭവത്തെ ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പഠനം. എന്താണ് ഈ സിഗ്നേച്ചർ മാർക്ക് എന്ന് പറയുന്നത്? നമ്മളറിയാം, ഓരോ സബ്ജക്റ്റിലും നമ്മൾ ഇത്ര മാർക്ക് നമ്മളിവിടെ എഴുതി. ഇതില് നിങ്ങൾ സൈക്കോളജിയിലാണ് എങ്കിൽ നിങ്ങൾ അവിടെ നേടിയെടുക്കേണ്ട സിഗ്നേച്ചർ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്, 18 മാർക്കാണ്. 18 മാർക്ക് നിങ്ങൾ അവിടെ നേടേണ്ട. അതേപോലെ തന്നെ ഇവിടെ മലയാളം സെക്കൻഡ് ലാംഗ്വേജിൽ 18 മാർക്ക്, ഇവിടെയും 18 മാർക്ക്. മനസ്സിലാവണ്ട, ഇത് ഇപ്പൊ ഇവിടെ മിനിമം മാർക്ക് അല്ലാട്ടോ ഞാൻ പറയുന്നത്. തെറ്റിദ്ധരിക്കണ്ട, എന്റെ വീട് തെറ്റിദ്ധരിക്കപ്പെടരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 30-ൽ മിനിമം 18 മാർക്ക് വാങ്ങണോ എന്നുള്ളതാണ്. അല്ല, ഇവിടെ നമ്മൾ ടോട്ടൽ നമുക്കറിയാം ജയിക്കാൻ വേണ്ട മാർക്ക് ജനറലിന് 90 മാർക്കും അതുപോലെ OBC അല്ലെ SC ST 82 മാർക്കുമാണ് വേണ്ടത്. അത് ഈ ഇത്തരം സബ്ജക്റ്റിൽ നിന്ന് ഒരുമിച്ച് നമ്മൾ സ്കോർ ചെയ്താൽ മതി. അല്ലാണ്ട് ഇന്ന സബ്ജക്റ്റിന് ഇത്ര മാത്രം മിനിമം മാർക്ക് എന്നൊന്നുമില്ല. പക്ഷേ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എൻ്റെ ഈ സൈക്കോളജിയിലെ സിഗ്നേച്ചർ മാർക്ക് 18 ആയിരിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് ലാംഗ്വേജ് മലയാളത്തിൽ 18 ആയിരിക്കണം, ഇവിടെയും 18 ആയിരിക്കണം. ഓക്കെ, ഇത് ഒരു ബോർഡർ ലൈൻ മാർക്കാണ്. ഇത് എന്തായിരുന്നാലും ആ ഒരു സബ്ജക്റ്റിൽ നിങ്ങൾ സ്കോർ ചെയ്യണം. അതേപോലെ തന്നെ ഇവിടെ 60 മാർക്കിലേക്ക് വരുമ്പോൾ എന്താണ്, 36 മാർക്കാണ് ഇവിടുത്തെ സിഗ്നേച്ചർ മാർക്ക് എന്ന് പറയുന്നത്, നിങ്ങൾ സ്കോർ ചെയ്യേണ്ട മാർക്ക്. അപ്പോൾ ടോട്ടൽ ചെയ്യുമ്പോൾ നമുക്കറിയാം എത്രയാണ് കിട്ടുന്നത്, 90 മാർക്ക് നമുക്ക് അവിടെ നേടിയെടുക്കാവുന്ന. 90 മാർക്ക് ജനറൽ കാറ്റഗറിക്ക് 90 മാർക്ക്. അപ്പൊ മറ്റേതിന് 82 മാർക്ക് മതിയാകുമല്ലോ. അപ്പൊ ഇവിടെ 18 എന്നുള്ളത് 16 ആക്കിയാലും വലിയ വിഷയം വരുന്നില്ല, 16 സിഗ്നേച്ചർ മാർക്ക് ആക്കിയാലും വിഷയം വരുന്നില്ല. പക്ഷെ നിങ്ങൾ ആ ഒരു ഫോക്കസിൽ പ്രാക്ടീസ് ചെയ്യാം. ഇനി എങ്ങനെയാണ് ഇവിടെ സിഗ്നേച്ചർ മാർക്ക് നിങ്ങൾ ഉറപ്പിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പഠനം, ഈ പഠനത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ നമുക്കറിയാം സിലബസ് നമുക്ക് തന്നിട്ടുണ്ട്. കേറ്ററ്റിന്റെ സിലബസ് നമ്മുടെ മുമ്പിലുണ്ട് കേട്ടോ. അപ്പോ ഇവിടെ സിലബസ് തരുമ്പോൾ തന്നെ നമ്മൾ ആ സിലബസിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ഗോൾഡൻ ടോപ്പിക്കുകളെ സെലക്ട് ചെയ്തെടുക്കാം.
ഗോൾഡൻ ടോപ്പിക്കിനെ സെലക്ട് ചെയ്തിട്ട് എടുക്കുക. ഗോൾഡൻ ടോപ്പിക് എന്ന് പറയുന്നത് മുമ്പത്തെ പരീക്ഷയിൽ കേട്ടറ്റ് 2-ന് 2-ൽ കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകൾ, ചോദ്യങ്ങളല്ല ടോപ്പിക്കുകൾ, 2ഓ അതിൽ കൂടുതലോ വന്നിട്ടുള്ള ഭാഗത്തെയാണ് ഗോൾഡൻ ടോപ്പിക്കിന്റെ കാറ്റഗറിയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പൊ ഈ ഗോൾഡൻ ടോപ്പിക്കിന്റെ കാറ്റഗറി, നമ്മളൊരു ചോദ്യം വന്നാൽ ആ ചോദ്യം പ്രീവിയസ് ചോദ്യം കാണാപ്പാഠം പഠിക്കാറുണ്ട് എല്ലാവരും. പക്ഷെ ആ പ്രീവിയസ് ചോദ്യത്തെ കണക്ട് ചെയ്ത് വരുന്ന ടോപ്പിക്കിനെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ പലരും ശ്രദ്ധിക്കാറില്ല. അപ്പൊ അതാണ് വേണ്ടത്. PYQ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ആ PYQ വന്നിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ടാവുമല്ലോ, ഇന്ന ടോപ്പിക്കിൽ നിന്നാണ് PYQ വന്നിട്ടുള്ളതെങ്കിൽ ആ ടോപ്പിക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്ത് പോകണം. 2ഓ അതിൽ കൂടുതലോ വന്നിട്ടുള്ള ഭാഗം ആ ടോപ്പിക്കിനെയാണ് നമ്മൾ ഗോൾഡൻ ടോപ്പിക് എന്ന് എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പൊ ഈ ഗോൾഡൻ ടോപ്പിക് നമ്മൾ പഠിച്ചു തുടങ്ങാം, അതിനകത്ത് കൂടുതൽ ഫോക്കസ് ചെയ്യാം. അതോടൊപ്പം സിലബസും നമ്മൾ എന്ത് ചെയ്യണം, നോക്കി പോകണം. ഇതിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഗോൾഡൻ ടോപ്പിക്കാണ്, കാരണം പലതവണ ആവർത്തിച്ച് വരുന്ന ടോപ്പിക്കുകളാണല്ലോ. സോ അതോടൊപ്പം തന്നെ സിലബസ് നമ്മൾ പോകുന്നു. ദെൻ നമ്മൾ പ്രാക്ടീസ് ചെയ്യാണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ പ്രാക്ടീസിലും നമ്മൾ മാർക്ക് നോക്കുന്നു, നമ്മുടെ സിഗ്നേച്ചർ മാർക്കിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ. കാരണം ഏതെങ്കിലും ഒരു സബ്ജക്ട് ഉറപ്പായിട്ടും ടഫ് ആയിരിക്കും, നിങ്ങൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് പോകാം. പല കുട്ടികളും ഞാൻ ഇത്രയും പഠിച്ചിട്ടുണ്ടല്ലോ അപ്പൊ എല്ലാം സിമ്പിൾ ആയിരിക്കും എന്നുള്ള മനോഭാവം ആയിരിക്കരുത്. ഇപ്പൊ ഈ ഒരു 4 സബ്ജക്ട് ഉണ്ട് എങ്കിൽ ഏതെങ്കിലും 1ഓ 2ഓ ടഫ് ആയിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ പരീക്ഷയ്ക്ക് നിങ്ങൾ പോകുക. ഓക്കെ, നേരെ അവിടെ ചെന്ന് നമ്മൾ ഇത് ടഫ് ആണല്ലോ എനിക്കൊന്നും കിട്ടുന്നില്ല എന്നതിനേക്കാൾ നല്ല നേരത്തെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിനൊന്ന് പ്രീ പ്ലാൻഡ് ആക്കി നിർത്തുക. ഓക്കെ, ഇതാണ് സംഭവം, ഇങ്ങനെയാണ് സാധ്യത, പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള രൂപത്തിൽ മനസ്സിനെ പറഞ്ഞ് മോട്ടിവേറ്റ് ചെയ്യാം. അപ്പൊ ഇവിടെ സിഗ്നേച്ചർ മാർക്ക് നമുക്ക് കിട്ടുവാൻ വേണ്ടി ഇത് പഠിച്ച്, ഗോൾഡൻ ടോപ്പിക്കും പഠിച്ചു, അതിൽ കൂടുതൽ ഫോക്കസ് ചെയ്തു, സിലബസ് പഠിച്ചു, അതുപോലെ PYQ ചെയ്തിട്ട് നമ്മൾ പിന്നെ ചെയ്യുന്ന ഈ ഒരു സംഭവം എക്സാമുകളിൽ, പ്രാക്ടീസുകളിൽ, അതുപോലെ തന്നെ ഡെമോ ആയിട്ട് വരുന്ന നമുക്ക് കുറെ മോഡൽ എക്സാമുകളൊക്കെ വരുമല്ലോ. അപ്പൊ അവിടെ ഒക്കെ ഈ ഒരു സിഗ്നേച്ചർ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കാം. അപ്പൊ സൈക്കോളജിയുടെ സിഗ്നേച്ചർ മാർക്ക് 18 ആണെങ്കിൽ നിങ്ങളുടെ 10 മാർക്കാണ് നേടുന്നതെങ്കിൽ എന്താണ്, അപ്പൊ നിങ്ങൾ തീരുമാനിക്കാം ഇത് കുറച്ചും കൂടി ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ പാസ്സാകില്ല, എലിജിബിലിറ്റി നേടില്ല. അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾ ഒരു 25 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്, പക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരു 10 മാർക്ക് ഉള്ളൂ എങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട. കാരണം ഈ സിഗ്നേച്ചർ മാർക്ക് ഇവിടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് പോകാം. പക്ഷെ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ കൂടിയിരുന്നാൽ പോലും നമ്മൾ ഓരോ സബ്ജക്റ്റിന്റെയും സിഗ്നേച്ചർ മാർക്ക് ആ ഒരു പടിയിലേക്ക് എത്തുവാൻ ഉള്ള പഠനമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അതോടൊപ്പം തന്നെ ഇപ്പൊ നമുക്കറിയാം പുതിയ തരം പാറ്റേൺ ചോദ്യങ്ങളാണ് അല്ലെ, പുതിയ പാറ്റേണിലാണ് വരുന്നത്. അത് ഒത്തിരി അങ്ങനെ മാറ്റങ്ങൾ വന്നതായിട്ട് അങ്ങനെ ശ്രദ്ധപ്പെടുന്നില്ല. പക്ഷെ വരുന്ന ചോദ്യങ്ങളിൽ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സന്ദർഭം, ഒരു സിറ്റുവേഷൻ തന്ന് ചോദിക്കും. സൈക്കോളജി ഒക്കെ ആണെങ്കിൽ ഒരു സാഹചര്യം തന്നിട്ട് ഇതെന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അല്ലെ, അങ്ങനെ ചോദിക്കാറുണ്ട്. ചിലപ്പോ ചില തിയറികളിലെ തന്നെ പല പോയിന്റ്സുകളും താഴെ വരുന്ന രൂപത്തിൽ ഈ തിയറിയുമായി ബന്ധപ്പെട്ടത് ഏതാണ് ശരിയാണ് എന്നുള്ള പ്രസ്താവന ടൈപ്പ്, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ പുതിയ പാറ്റേൺസിനെ കൂടി നമ്മൾ എന്ത് ചെയ്യാം, പരിചയപ്പെടുത്തിയിട്ട് പോവുക കേട്ടോ. അപ്പൊ ഈ ഒരു രൂപത്തിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ, പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേറ്ററ്റ് 2 എന്ന് പറയുന്നത് ഇത്ര വലിയൊരു കടമ്പയും സംഭവവും അല്ല. നിങ്ങളുടെ പഠന രീതിയിൽ ചെറിയൊരു മാറ്റം വരുത്തിക്കൊണ്ട് പഠിക്കുക എന്നുള്ളതാണ്. ചില കുട്ടികൾ ചില സബ്ജക്റ്റ് മാത്രം ഫോക്കസ് ചെയ്യും, അതും പാടില്ല. ഈ 4 സബ്ജക്റ്റ് ആണെങ്കിൽ ആ 4 സബ്ജക്റ്റിനെയും ഒരേപോലെ ഫോക്കസ് ചെയ്യും, ഒരേപോലെ പഠിക്കുകയും ഒരേപോലെ പ്രാക്ടീസ് ചെയ്യും, ഒരേപോലെ തന്നെ സിഗ്നേച്ചർ മാർക്കിലേക്ക് എത്താൻ പറ്റുന്നുണ്ട് എന്ന് നിങ്ങൾ അനലൈസ് ചെയ്യണം. ഓക്കെ, അപ്പൊ ആ ഒരു രൂപത്തിൽ നിങ്ങൾ ആ ടെക്നിക്ക് ഒന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കൂ, പഠിച്ചു നോക്കൂ. അക്ലോറയിൽ കേറ്ററ്റ് 2-ന്റെ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത് ഒത്തിരി കുട്ടികൾ ഇപ്പൊ ഈ പ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യവും ഒക്കെ നമുക്ക് എൻക്വയറി വരുന്നതാണ്, സാർ കേറ്ററ്റ് 2-ന്റെ ക്ലാസ് കൂടി ആരംഭിക്കൂ എന്നുള്ളത്. കാരണം കഴിഞ്ഞിട്ടുള്ള കേറ്ററ്റ് പരീക്ഷകളിലൊക്കെ അക്ലോറ നേടിക്കൊടുത്തിട്ടുള്ള വിജയം ചെറുതല്ല. അപ്പൊ അതുകൊണ്ട് 2-ന്റെ കഴിഞ്ഞ വർഷം മുതലേ കുട്ടികൾ പറയുന്നുണ്ട്, പക്ഷേ നമുക്ക് ചില സാഹചര്യങ്ങൾ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇതാ കുട്ടികളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് അക്ലോറയിൽ കേറ്ററ്റ് 2 കാറ്റഗറിയുടെ പുതിയ ബാച്ച് കൂടി ആരംഭിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തായിരുന്നാലും നേരത്തെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങാം കേട്ടോ. ഓക്കെ, അപ്പൊ പുതിയ വീഡിയോയുമായി പുതിയ അപ്ഡേഷനുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.